ഒരുപക്ഷെ ഈ അടുത്തിടെ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആദ്യമാണ് ഒരു അപൂർവമായാണ് ഒരു വാർഡ് മെമ്പർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കേസ്. ഇതിന്റെ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കും. മാവഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ ഭരണവും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ 24-ാം തീയതി മുതൽ 1-ാം തീയതി വരെ ഞാൻ പഞ്ചായത്തുകളുടെ കിലയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പഞ്ചായത്തുകൾ സന്ദർശന പരിപാടിയിലായിരുന്നു. ആ സമയത്ത് എനിക്കെതിരെ വളരെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന, എന്നെ പൊതുസമൂഹത്തിനകത്ത് അപമാനിതയാക്കുന്ന തരത്തിലുള്ള, അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് സന്ദേശവും അതേപോലെ തന്നെ ഒരു നോട്ടീസും മാറഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും ഇവിടുത്തെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ നോട്ടീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആർക്കും വിമർശിക്കാം, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പരസ്പരം രാഷ്ട്രീയമായിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതും പ്രതിരോധിക്കുന്നതും അല്ലെങ്കിൽ നേട്ടക്കോട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ആ വാട്സപ്പ് സന്ദേശവും ഇവിടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു നോട്ടീസ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന ഒരു നോട്ടീസാണ് ആ നോട്ടീസ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ആ നോട്ടീസിനകത്ത് വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ നോട്ടീസ് ഒന്ന് അത് പ്രചരിപ്പിക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഞാനടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് വന്നിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് മെമ്പർ മാധവൻ ആണ് ഞാനടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർ, 10-ാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീജിത്ത് അതിന്റെ പ്രിന്റഡ് ഫോം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്കും മറ്റു പലർക്കും പ്രചരിപ്പിച്ചതായിട്ട് എനിക്ക് നേരിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പൊതുജന മധ്യത്തിനകത്ത് എന്നെ അപമാനിതയാക്കിയിട്ടുള്ള, എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ്, മാനഹാനി ഉണ്ടാക്കുന്നതാണ്. അതിനെതിരെ പ്രതിരോധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരായിട്ട്, ജനപ്രതിനിധികളായിട്ടും ഈ നാട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്കെതിരെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വിമർശിക്കാം, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ അവരുടെ ഒരു മൊറാലിറ്റിയെ തകർക്കുന്ന തരത്തിലേക്കുള്ള അവരുടെ ഒരു അത്തരത്തിലുള്ള ഒരു പ്രയോഗവുമായിട്ട് ആരും മുന്നോട്ട് വന്നു കഴിഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയും കൂടിയാണ്. ഞാനൊരു സുപ്രഭാതത്തിലോ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലോ രാഷ്ട്രീയത്തിലോ വന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ എന്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന SFIയിലൂടെയും DYFIയിലൂടെയും മഴ അസോസിയേഷനിലൂടെയും CPMലൂടെയൊക്കെ ഒരു 10-26 കൊല്ലമായി പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിജീവിതം എന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ ആളുകൾക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല ഒരു പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രയോഗങ്ങളും ഭാഷയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള ഒരു സ്ത്രീയുടെ കടമയും ഉത്തരവാദിത്വമാണെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു പരാതി കൊടുക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം. ഇതേ നോട്ടീസ് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് പഞ്ചായത്തിന് ഒരുപക്ഷെ മികച്ച പഞ്ചായത്തുകളിൽ, കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളെ തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ഒരു പഞ്ചായത്തെ തെരഞ്ഞെടുത്ത ഒരു സംഭവം ഉണ്ടായി. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇതൊരു ശരിയായ നടപടിയായിരുന്നില്ല, തെരഞ്ഞെടുപ്പായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും വാർഡ് മെമ്പർ രംഗത്ത് വന്നിരുന്നു. ഈ സംഭവത്തെ എങ്ങനെയാണ് കൂട്ടി വായിക്കുന്നത്?
ഈ രണ്ട് സംഭവം കൂടി കൂട്ടി വായിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ 15 പഞ്ചായത്തുകൾ മികച്ച ജനകീയ പഞ്ചായത്തുകൾ തെരഞ്ഞെടുത്തപ്പോൾ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പഞ്ചായത്തുകളെയാണ് മികച്ച പഞ്ചായത്തുകളായിട്ട് കിലയുടെ സഹായത്തോടു കൂടി IMG തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ തെരഞ്ഞെടുത്ത ആ ഒരു വിവരം ഞാൻ പഞ്ചായത്ത് ഭരണസമിതിയിൽ അറിയിച്ചു. അതിന്റെ 3ാമത്തെ ദിവസമാണ് എനിക്കെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെടുന്നത്. മാറഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് മാറഞ്ചേരി. അതിൽ ഒരു തർക്കവുമില്ല. പൊതുജനത്തിനുള്ള സേവനത്തിന്റെ കാര്യമായാലും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രവർത്തനത്തിലായാലും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന പഞ്ചായത്ത് തന്നെയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ഒരു അതിര് കവിഞ്ഞ അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കുറെ പ്രയാസങ്ങളുണ്ടായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എത്തിക്കാൻ പൂർണ്ണതയിലെത്തി എന്നുള്ള അവകാശവാദവും ഇവിടെ ഉന്നയിക്കുന്നില്ല. എന്നാൽ പോലും ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും സേവന പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു തർക്കത്തിന് വിധേയമായിട്ടുള്ള ഒരു സംഭവമല്ല. 100% അത് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്റെ ഉറച്ച അഭിപ്രായം. ഈ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കുന്നതിൽ പ്രധാന ഘടകമായി വർത്തിച്ച ISO ആവട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ച ചില പദ്ധതികളാണ്, പ്രത്യേകിച്ച് ക്യാൻസർ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ. ഇതൊക്കെ ഒരു വിജയമായിരുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം അവരുടെ ഭാഗത്ത് ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ പരിപാടിയും ISO ഉൾപ്പെടെയുള്ള കാര്യങ്ങളും. ഇതേക്കുറിച്ച് എന്താണ് മറുപടിയായിട്ട് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ISO എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കേഷനാണ്. ISO സർട്ടിഫിക്കേഷൻ അത് തരുന്നത് സർട്ടിഫിക്കേഷൻ ബോഡിയാണ് പഞ്ചായത്തിന് ISO തരുന്നത്. ആ സർട്ടിഫിക്കേഷൻ ബോഡിയുടെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട പ്രവർത്തനമാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ സേവന മേഖലയിലുള്ള ഇടപെടൽ. അതിന്റെ ഭാഗമായിട്ടാണ് ISO സർട്ടിഫിക്കേഷൻ 2015 പഞ്ചായത്തിന് കിട്ടുന്നത്. അതിന്റെ എല്ലാ വർഷവും 3 വർഷത്തേക്കാണ് ഒരു ISO സർട്ടിഫിക്കേഷൻ ഒരു സ്ഥാപനത്തിന് തരുന്നത്. എന്നാൽ ഓരോ വർഷവും അതിന്റെ ഇന്റേണൽ ഓഡിറ്റ് നടക്കുന്നുണ്ട്. 2016-17 ഓഡിറ്റ് പൂർത്തിയാക്കി. ആ ഓഡിറ്റിലും സർട്ടിഫിക്കേഷൻ ബോഡി സാറ്റിസ്ഫൈ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ISO സർട്ടിഫിക്കറ്റ് നിലനിന്ന് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പഞ്ചായത്ത് സേവനാവകാശ നിയമത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കേണ്ട സർവീസിനെ സംബന്ധിച്ചിടത്തോളം, അതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. ചില പോരായ്മകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അത് ഉദ്യോഗസ്ഥ സംവിധാനത്തെ ആശ്രയിച്ചായിരിക്കാം. കാലാകാലങ്ങളിൽ മാറിവരുന്ന ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കാം. അതിൽ വരുന്ന ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിനകത്തേക്ക് പോകുന്നത്. അതിൽ ഒരു ആരോപണം ഉന്നയിച്ചതായിട്ട് ഞാൻ കണ്ടു. പഞ്ചായത്തിന്റെ ജീവനക്കാരുടെ മികവാണ് ISO എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന് ജീവനക്കാരുടെ മികവ് തന്നെയാണ്. പക്ഷെ ആ മികവിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ഭരണസമിതിയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ആ മികവ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് നിലനിർത്തി പോകുന്നതിന് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ തന്നെയാണ് സേവനം നൽകേണ്ടത്, അല്ലാതെ ജനപ്രതിനിധികളല്ല. ജനപ്രതിനിധികളുടെ ബാധ്യത എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സേവനം സമയബന്ധിതമായി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ 100% ഞങ്ങൾക്കതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഭരണസമിതിയുടെ മികവ് തന്നെയായിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ആ വിമർശനത്തിനകത്ത് ഞാൻ കണ്ടതാണ് അതിജീവനം പോലെയുള്ള പദ്ധതികൾ. ആ അതിജീവനം പോലെയുള്ള പദ്ധതികൾ ഇവിടത്തെ പൊതുജനങ്ങളുടെ വിജയമാണ് എന്നുള്ളതാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നൂതനമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും അത് മാറഞ്ചേരിയിലെ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയും മാറഞ്ചേരിയിലെ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെയും നേതൃത്വത്തോടെയും കൂടി ഞങ്ങൾക്ക് അത് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞു, വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിജീവനം പദ്ധതിയുടെ
വിജയം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭരണസമിതിക്കാണ്. പിന്നെ അതിനകത്ത് ഉന്നയിച്ചിട്ടുള്ള അതിന്റെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല, അതിന്റെ മറ്റു കാര്യങ്ങൾ റിസൾട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചിട്ടുള്ള പ്രവർത്തനമാണ്. അതിന്റെ കണക്കും കാര്യങ്ങളും ആ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു പോയിട്ടുള്ളതാണ്. അതൊരു പുതിയ ഭരണസമിതിയുടെ പദ്ധതിയല്ല, കഴിഞ്ഞ ഭരണസമിതിയുടെ പദ്ധതിയാണ്, പഞ്ചായത്തിന്റെ പദ്ധതിയാണ്. പിന്നെ പറയുന്നത് അതിന്റെ രോഗികളുടെ വിവരം പുറത്തുവിട്ടില്ല. അത് തീർച്ചയായിട്ടും സ്വകാര്യമായിട്ടുള്ള വസ്തുതകളാണ്. രോഗികളുടെ എന്നുള്ളതിനപ്പുറത്തേക്ക് പൊതുവെ നമുക്കും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രോഗികളുടെ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു പദ്ധതിയുടെ അവസാനം നമുക്കൊരു കൺക്ലൂഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി കഴിയുമോ? അതിന്റെ ഡാറ്റാസ് മുഴുവൻ പഞ്ചായത്തിന്റെ കയ്യിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായി നടത്തിയിട്ടുള്ള ഡാറ്റാസ് മുഴുവൻ പഞ്ചായത്തിന്റെ കയ്യിലുണ്ട്. ആ ഡാറ്റാസ് വരും കാലത്തെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസാണ്. അതിന് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിജീവനത്തിന്റെ തുടർ പദ്ധതി ഞങ്ങൾ ഈ വർഷം വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് ഇപ്പോഴും പഞ്ചായത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതൊരു ഡാറ്റ കളക്ഷൻ മാത്രമായിരുന്നു, അതോ രോഗികളെ കണ്ടെത്തിയവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നോ? ഒന്ന്, അതിജീവനം എന്ന് പറയുന്നത് സമഗ്ര രോഗപ്രതിരോധ പ്രവർത്തനമാണ്. ഒരു ചികിത്സാ പദ്ധതി ആയിരുന്നില്ല അതിജീവനം എന്ന് പറയുന്നത്. അതിജീവനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനിടയിൽ നിന്ന് ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ നമുക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു അവയർനെസ്സും ഒരു ക്യാമ്പയിനും നമ്മുടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ആ രോഗം നേരത്തെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ നടത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു അതിജീവനം എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്ത് നടത്തിയിട്ടുള്ള കണ്ടെത്തിയ രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതായിരുന്നില്ല ആ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം. ഇപ്പോഴും ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതൊരു ഗ്രാമപഞ്ചായത്തായി കഴിഞ്ഞാലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലാണ് ഊന്നൽ നൽകുന്നത്. ആ രീതിയിൽ ഞങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ തുടക്കമാണ് അതിജീവനം. അതിജീവനം എന്ന് പറയുന്ന പദ്ധതി അവസാനിച്ചിട്ടുള്ള പദ്ധതിയല്ല, അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ മാറഞ്ചേരിയുടെ ആരോഗ്യ മേഖലയിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ചയിലേക്ക് തിരിച്ചു വരുമ്പോൾ, കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എതിർസ്ഥാനത്ത് നിൽക്കുന്ന പഴയ മെമ്പറും പുതിയ ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ള മെമ്പറും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് ഇത് നിലവിലെ ഭരണത്തിന്റെ കൊടുകാര്യസ്ഥ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം മറച്ചു പിടിക്കുന്നതിനുള്ള ഒരു മറയാക്കിയാണ് കേസ് കൊടുത്തിട്ടുള്ള രീതിയിലേക്ക് ഒരു പ്രചരണവുമായി വരുന്നു. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കേണ്ട മേഖലകൾ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുന്നതിന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് ഞാൻ എന്നെ തന്നെ വിലയിരുത്തുന്നത്. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാതി, ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് അപമാനിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവർ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് പറയുള്ളൂ. അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി ഞാൻ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സ്ത്രീയും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നതല്ല. ഞാൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഏത് ആരോപണങ്ങൾ നേരിടുന്നതിനും ഞാൻ തയ്യാറാണ്. ആരോപണമുള്ള ആളുകൾക്ക് അത് ഉന്നയിക്കാം, അതിന്റെ വസ്തുതകളുണ്ടെങ്കിൽ അത് തെളിയിക്കാം, അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ പരാതി എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കെതിരെ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം ഒരു ഏതാനും ചില ക്രിമിനലുകളും ഈ പറയപ്പെടുന്ന ജനപ്രതിനിധികളായവരും അല്ലാത്തവരും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നോട്ടീസ് ഉണ്ടായിട്ടുള്ളതും പ്രചരിച്ചിട്ടുള്ളതും എന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ ഈ നോട്ടീസ് ഉത്ഭവം ഏത് ഭാഗത്തുനിന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടോ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ നോട്ടീസ് എന്ന് പറയുന്നത് ഒരു ഏതാനും ചില ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകൾ, ഞാനിപ്പോ ഈ പരാതിയിൽ പറഞ്ഞ ആളുകൾ അടക്കമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു നോട്ടീസായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് ആര് അതിനകത്തുണ്ടെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള രീതിയിൽ അത് എന്റെ ബാധ്യതയും ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ ഈ കേസ് പൊതുവെ രാഷ്ട്രീയപരമായി ഒക്കെ വരുന്ന ഒരു രാഷ്ട്രീയത്തിന് ഒരുപാട് മാനങ്ങളുള്ള ഒരു കേസാണ്. പൊതുവെ ഇത്തരം കേസുകൾക്ക് ഒരു കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് കീഴടങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്.
അത്തരത്തിലേക്ക് ഈ കേസ് പോകാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇതിന്റെ പൂർണ്ണ അവസാന വിജയം വരെ ഇതുമായി മുന്നോട്ട് പോരാടാൻ തന്നെയാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കേസായിട്ടല്ല ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിത്വത്തിന് ഏറ്റിട്ടുള്ള ഒരു അപമാനമായിട്ടാണ് ഞാൻ ഈ കേസ് കാണുന്നത്. ആ കേസിന്റെ കാര്യത്തിൽ ഞാൻ അതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെന്നുള്ളത്. ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ടൊന്നും മുന്നോട്ട് വരുന്ന സാഹചര്യം അതായത് ഒത്തുതീർപ്പിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഈ സമൂഹത്തിനകത്ത് എനിക്ക് നേരിട്ടിട്ടുള്ള അപമാനം ഞാനില്ലാത്ത ദിവസങ്ങളിലും ഞാനിപ്പോഴുള്ള ദിവസങ്ങളിലും ഈ സമയങ്ങളിലും മാറഞ്ചേരിയിലെ പൊതുസമൂഹം എന്നെ മുമ്പ് നോക്കിക്കണ്ടിരുന്നതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമായി നോക്കുന്നുണ്ടായിരിക്കാം. അത് എനിക്ക് ഈ സമൂഹത്തിൽ ഈ നോട്ടീസും അല്ലെങ്കിൽ ഈ പ്രചരണവും മൂലം എനിക്കുണ്ടായിട്ടുള്ള ഒരു അപമാനമാണ്. ആ അപമാനത്തിന് ഒരു ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യമായിട്ടുള്ള ഒരു സാധനമല്ല. അത് തീർച്ചയായിട്ടും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വ്യക്തിപരമായിട്ടുള്ള വിഷയമായി തന്നെ ഞാൻ അതിനെ മുന്നോട്ട് പോകും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. ഒരു വക്കീൽ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ആ ഒരു വകുപ്പുകളെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. ഒരുപക്ഷെ ഒരു മെമ്പർ സ്ഥാനം വരെ നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം ഈ കേസുമായി മുന്നോട്ട് പോയാലുണ്ട്. അതിനെക്കുറിച്ച് ഒരു കേസിന്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അതിനകത്ത് ഒരു FIR ഇട്ടിട്ടുണ്ട്. ആ കേസിന് ഞാൻ കൊടുത്ത പരാതിയെ സംബന്ധിച്ചിടത്തോളം ഒരു FIR ഇപ്പോൾ ഇട്ട FIR-ൽ മാത്രം അവസാനിക്കുന്ന ഒരു പരാതിയല്ല. അതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം വരേണ്ട പല സംഭവങ്ങളുണ്ട്. IT ആക്ടിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളുണ്ട്. അതേസമയം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ കൂടിച്ചേർന്ന് ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില വിഷയങ്ങൾ അതിനകത്ത് വരേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു പരാതിക്കാരിക്ക് പരാതി കൊടുക്കാം. നമ്മുടെ ഗ്രീവൻസ് ആണ് നമ്മൾ ആ പരാതിക്കകത്ത് പറയുന്നത്. എന്നാൽ അതിനകത്ത് അതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകളും അതിന്റെ വകുപ്പുകളും എല്ലാം ചേർക്കേണ്ടത് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആ ഏജൻസിയാണ്. അത് ഇപ്പോൾ അവരുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പരമാവധി നീതി കിട്ടുന്നത് വരെയുള്ള ഒരു ഇടപെടൽ എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു അഭിഭാഷക എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സാധാരണ ആള് പറയുന്ന രീതിയിൽ ചിലപ്പോൾ എനിക്ക് ഈ വിഷയത്തെ നിങ്ങൾക്കൊരു മറുപടിയായിട്ട് തരാൻ വേണ്ടി സാധിക്കില്ല. അതിനകത്ത് ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ കെട്ടുപണഞ്ഞ് കിടക്കുന്നു. എന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഇതൊരു പക്ഷേ ഒരു കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു ഭരണത്തിലെ ഒരു കക്ഷിയാണ്, മെമ്പറാണ്, അവരുടെ ഒരു ഭരണത്തിൽ ഇരിക്കാനുള്ള ആ ഒരു അവകാശം, മെമ്പർ എന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കൂടി നീങ്ങാനുള്ള സാധ്യതയില്ലേ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ? അതാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ വ്യക്തി അഭിപ്രായം പറയുന്നത് പോലെ എനിക്ക് പറയാൻ കഴിയില്ല. അതൊരു നീതിപീഠത്തിന്റെ മുമ്പിലേക്ക് വരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അവിടെ കോടതിയാണ്. നമ്മൾ പരാതി പറയുന്നു, അതിനകത്തുള്ള തെളിവുകളും അതിന്റെ മറ്റ് സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാണോ അല്ലേ എന്ന് അന്തിമമായി തീരുമാനിക്കേണ്ടത് കോടതിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ക്രിമിനൽ കുറ്റത്തിന് വിധേയരാണ്. അത് ഞാൻ ആരോപിക്കുന്നു. ബാക്കി തീരുമാനിക്കേണ്ടത് കോടതിയും ഇവിടെ നിലനിൽക്കുന്ന നിയമ വ്യവസ്ഥയുമാണ്. അപ്പൊ അതിനെ ആശ്രയിച്ച് വരുന്നത് നമുക്ക് അതിന്റെ തുടർ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും